ധർമ്മസ്ഥലയിൽ GPR സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് മുതൽ ആരംഭിക്കും. പോയിന്റ് 13-ലായിരിക്കും വിശദമായ പരിശോധന. ഇന്ത്യ പാക് അതിർത്തിയിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക GPR സാങ്കേതികവിദ്യയാണ് ധർമ്മസ്ഥലയിൽ എത്തിച്ചിട്ടുള്ളത്. ഭൂഗർഭ തുരങ്കങ്ങൾ വഴിയുള്ള നുഴഞ്ഞുകയറ്റം കണ്ടെത്തുന്നതിന് അതിർത്തിയിൽ BSF ഉപയോഗിക്കുന്ന അതേ സംവിധാനമാണിതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. തിരച്ചിൽ കൂടുതൽ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഏറ്റവും നൂതനമായ GPR സാങ്കേതികവിദ്യയുടെ സഹായം SIT തേടിയത്. വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അവിടുത്തെ അന്വേഷണം ധർമ്മസ്ഥലയിൽ അന്വേഷണം കടക്കുന്നു എന്നതിന്റെ സൂചനയാണിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ധർമ്മസ്ഥലയിൽ കളി മാറുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തുടങ്ങുകയാണ്. അത്രമാത്രം ആഴത്തിൽ ചെന്ന് കുഴിച്ചിട്ട സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ ഇനി മുതൽ വളരെ വേഗം സാധിക്കും എന്നതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്, അല്ലേ? തീർച്ചയായും ഭവ്യ, ഇന്ന് വളരെ പ്രധാനമാണ്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ ഏറ്റവും പ്രധാന ദിവസം എന്ന് പറയേണ്ടി വരും. കാരണം ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ധർമ്മസ്ഥലയിൽ എത്തിച്ചിരിക്കുന്നു. ഇന്നലെ അതിന്റെ ടെസ്റ്റ് നടന്നിരിക്കുന്നു. ഇന്ന് 13-ാം പോയിന്റിൽ ഒളിഞ്ഞിരിക്കുന്ന മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യമെന്ത് അത് കൃത്യമായി ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഇന്ന് SITയുടെ ലക്ഷ്യവും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നേത്രാവതി പുഴയുടെ തീരത്തൊക്കെ വലിയ തോതിൽ വെള്ളം കയറുന്ന അല്ലെങ്കിൽ കുടിച്ചു പരിശോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിലാണ് ഈ GPR സംവിധാനം ഇവിടെ എത്തിച്ചത്. അതായത് അതിർത്തി മേഖലകളിലൊക്കെ നുഴഞ്ഞുകയറ്റക്കാരെ, ഭൂഗർഭ തുരങ്കമുണ്ടാക്കി നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടുപിടിക്കാൻ പോലും കഴിയുന്ന അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളോടുള്ള അമേരിക്കൻ നിർമ്മിത ഡ്രോൺ റഡാർ സംവിധാനമാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ 8ഓളം മൃതദേഹങ്ങൾ ഇവിടെ ഈ നേത്രാവതി പുഴയുടെ തീരത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് സാക്ഷി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ 6ഓളം പേർ ഇത്തരത്തിൽ ഇത് കുഴിച്ചിടുന്നത് കണ്ടു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന സാഹചര്യം കൂടിയുണ്ട്. അതാണ് 13-ാം പോയിന്റിലെ സസ്പെൻസ് എന്താണെന്ന് അറിയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ പരിശോധന നടത്താൻ ശ്രമം നടന്നിരുന്നു. പക്ഷേ പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവിടെ പരിശോധന നടത്താതെ പുതിയ ഇടങ്ങളിലായിരുന്നു പരിശോധന ഉണ്ടായിരുന്നത്. 13-ാം പോയിന്റ് മാർക്ക് ചെയ്ത് ഈ ദിവസങ്ങളോളം പോലീസ് കാവൽ ഏർപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. ആ പോയിന്റിൽ ഇന്ന് പരിശോധന നടത്തുകയാണ്. ഏതായാലും 10-ഓടുകൂടി തന്നെ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് SIT ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെൽത്തങ്ങാടി ഓഫീസിൽ 10 മണിയോടുകൂടി ശുചീകരണ തൊഴിലാളി എത്തും. പിന്നീട് ഇവിടെ എത്തി ഈ പരിശോധന നടത്തും. വിശദമായൊരു പരിശോധനയാണ് SIT ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ക്ഷേത്ര നഗരിയിലെ ഈ ബാഹുബലി ഹിൽസിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. പക്ഷെ അവിടെ 8 അടിയോളം ഉയരത്തിൽ മണ്ണും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും ഇട്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടെന്ന് അഭിഭാഷകർ ആരോപിച്ച സ്ഥലമാണത്. അവിടെ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടാകുമെന്നും ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. ഏതായാലും കൂടുതൽ ഇടങ്ങളിൽ ഈ GPR സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന പിന്നീട് കൃത്യമായ സ്ഥാനം കണ്ടെത്തി അവിടെ കുഴിച്ച് പരിശോധിക്കുക, അങ്ങനെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കാനുള്ള SIT അങ്ങനെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് 11 മണിയോടുകൂടി ഈ ഒരു സ്ഥലത്തെത്തും. 13-ാം പോയിന്റ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാട്ടിയ അവിടെ തത്സമയ സംപ്രേഷണം അവിടെ നിന്നും നൽകിയ ഒരു സ്ഥലമാണ്. അവിടെ പരിശോധന വളരെ നിർണായകമാണ്. എന്തായാലും ഇന്ന് കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഈ SIT പ്രതീക്ഷിക്കുന്നത്. ഏതായാലും SITക്ക് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ധർമ്മസ്ഥലയിൽ എത്തിക്കുന്നു എന്നത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ആദ്യഘട്ട അന്വേഷണത്തിന്റെ പൂർണ്ണമായ ഒരു റിപ്പോർട്ട് അത് കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും അതിന്റെ ആദ്യഘട്ട ഇതിന്റെ തെരച്ചിലിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുന്നു എന്ന് വേണം ഇതിൽ പറയാൻ. 13 സ്ഥലങ്ങളിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലെത്തുന്നതാണ് ഈ സ്നാനഘട്ടയ്ക്ക് സമീപം ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഇന്ന് പരിശോധന നടക്കുന്നത്. ഇവിടുത്തെ പരിശോധന വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയിരുന്നു. അവിടെ കൂടുതൽ മൃതദേഹങ്ങളുണ്ട്, അവിടെ പരിശോധന നടത്തണമെന്ന്. കുഴിച്ചു പരിശോധന ഒരു തരത്തിലും പ്രായോഗികമല്ലാത്തൊരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംവിധാനം എത്തിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ധർമ്മസ്ഥലയിൽ എത്തിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അതാണിപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതിന്റെ പരീക്ഷണ പറത്തലൊക്കെ നടത്തി. അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 10-ഓടുകൂടി തന്നെ പരിശോധന നടക്കും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിർണായകമായ ഒരു ട്വിസ്റ്റ് ഇതിൽ ധർമ്മസ്ഥല ഈ കേസിൽ സംഭവിക്കുമെന്ന് തന്നെയാണ്
ഈ SIT ഉദ്യോഗസ്ഥർ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശോധന ഇന്നുണ്ടാകും. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്ര ഭൂമിയിലെ ആ സ്ഥലം, അവിടെ 2 മൃതദേഹങ്ങളാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. അതായത് മധുവിധു ആഘോഷിക്കാനെത്തിയ വധുവരന്മാരെയാണ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടുള്ളത്. അത് ഈ ശുചീകരണ പരിപാടി തന്നെയാണ് അവിടെ ഇത്തരത്തിൽ മൃതദേഹം അടക്കം ചെയ്തത്. ആ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ചെറിയ JCB ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ അത് പ്രായോഗികമല്ല എന്നുകൊണ്ട് പരിശോധന നിർത്തിവെക്കുകയായിരുന്നു. അവിടെയും ഈ റഡാർ പരിശോധന നടത്തുന്നതോടെ കൂടുതൽ തെളിവുകൾ പുറത്തുവരും. വനമേഖലയോട് ചേർന്ന പ്രദേശത്തും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ നിരവധി ഇടങ്ങളിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിലും റഡാർ പരിശോധന ഉണ്ടാവും. ഏതായാലും ഇന്ന് 13ാം പോയിന്റ് കേന്ദ്രീകരിച്ചാണ് പരിശോധന എന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ആ 13ാം പോയിന്റിൽ ഒളിഞ്ഞിരിക്കുന്ന സസ്പെൻസ് എന്താണ്, അത് വൈകാതെ തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഭവ്യ. ശരി.